ഒരു സിനിമയിലെ ഡയലോഗ് മറ്റൊരു സിനിമയിൽ പാട്ടായിട്ട് വന്നാൽ എങ്ങനെയുണ്ടാവും? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടേതാണ് വരികൾ. ഇതെങ്ങനെയെന്നോ 1999 അഗ്നിസാക്ഷി സിനിമയിലേതാണ് ഈ ഡയലോഗ്. 1992 വന്ന കമലദളം സിനിമയിലേതാണ് പാട്ട്. അതെങ്ങനെ കണക്റ്റ് ആവും? 1976 നമ്മുടെ ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി നോവൽ ഇറക്കിയത്. ആ നോവൽ വളരെയധികം തവണ വായിച്ചിട്ടുള്ള ആളാണ് കൈതപ്രം. അപ്പോൾ ആ പാട്ട് സീതയുടെ ദുഃഖം പറയാനായിട്ട് നമ്മുടെ കമലദളം, മോഹൻലാലിൻ്റെ കമലദളം സിനിമയിൽ എന്നുമാ സങ്കല്പ പാദപത്മങ്ങളിൽ തലചായ്ച്ചു വെച്ചിട്ടേ സീത ഉറങ്ങിയിട്ടുള്ളൂ എന്ന് വരികൾ ആ നോവലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കൈതപ്രം പാട്ടിൻ്റെ വരികളിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ അഗ്നിസാക്ഷി സിനിമയുടെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കാത്തിരുന്നിട്ടും ഒരു തവണ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാൻ സാധിക്കാതെ അവൾ വിഷമത്തോടു കൂടിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയാവുകയും പിന്നീട് സന്യസിക്കാൻ പോകുന്നു. ഈ സന്യസിക്കാൻ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു സ്ത്രീ തൻ്റെ താലി അഴിച്ചു വെച്ച് പൊതിഞ്ഞ് അത് ഗംഗയിൽ എറിയുകയാണ് പതിവ്. എന്നാൽ ഈ തേതിക്കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ താലി പൊതിഞ്ഞ് ഭർത്താവിനൊരു കത്ത് എഴുതി കൊടുക്കുന്നു. ആ കത്തിൽ ഉള്ളടക്കമാണ്, എന്നും അങ്ങേനെ മാത്രമല്ലാതെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല, എന്നും ആ പാദസങ്കല്പങ്ങളിൽ തലചായ്ച്ച് വെച്ചിട്ടല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാണ്. ഇതേ വാക്കുകളാണ് പാട്ടിലേക്കും എടുത്തിട്ടുള്ളത്. 1976 പുറത്തിറങ്ങിയ അഗ്നിസാക്ഷി എന്ന നോവൽ ഒരുപാട് തവണ നമ്മുടെ കൈതപ്രം വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ്, അല്ലെങ്കിൽ ആ വരികൾ അങ്ങനെ തന്നെ എടുത്തിട്ടാണ് കമലദളം സിനിമയിൽ സുമുഹൂർത്തമാ സ്വസ്തി എന്ന പാട്ടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ മ്യൂസിക് സ്റ്റോറീസിനായി ഫോളോ ചെയ്യുക. ദിസ് ഇസ് ആർതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. ബൈ ബൈ.